നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കാൻ കേന്ദ്രം. നിലവിൽ പഞ്ചാബ് ഗവർണർക്കാണ് കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിന്റെ ചുമതല. പുതിയ ലഫ്റ്റനന്റ് ഗവർണറെ നിയോഗിച്ച് നിയന്ത്രണം പൂർണ്ണമായും കേന്ദ്രത്തിന് കീഴിൽ കൊണ്ടുവരും. ഇതിനായുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ രാജ്യസഭയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തി. ബില്ലിൽ എതിർപ്പുമായി പഞ്ചാബ് സർക്കാരും BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. ബില്ലിൽ അന്തിമ തീരുമാനമായില്ല എന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, ഈ ബില്ല് കൊണ്ട് കേന്ദ്ര സർക്കാർ ശരിക്കും എന്താണ് ചണ്ഡീഗഡിൽ ഉദ്ദേശിക്കുന്നത്? നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കാൻ തന്നെയല്ലേ കേന്ദ്രത്തിന്റെ നീക്കം? അജയ്, അങ്ങനെ തന്നെയാണ്. ചണ്ഡീഗഡിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിക്കൊണ്ട് പുതിയ ലഫ്റ്റനന്റ് ഗവർണറെ നിയോഗിച്ചുകൊണ്ട് അതിന്റെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ നീങ്ങിയത്. പക്ഷേ അതിപ്പോൾ ഇപ്പോൾ നടക്കാൻ പോകുന്ന പാർലമെന്റ് സെഷനിൽ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ചണ്ഡീഗഡിന്റെ അധികാരം എന്ന് പറയുന്നത് പഞ്ചാബ് ഗവർണർക്കാണ്. പഞ്ചാബ് ഗവർണറുടെ പക്കൽ നിന്നും പുതിയ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിച്ചതിലൂടെ അല്ലെങ്കിൽ നിയമിക്കുന്നതിലൂടെ ഇതിന്റെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണെന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അടക്കമുള്ള വലിയ വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ അടക്കം വലിയ വിമർശനം ഉയർത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പഞ്ചാബ് ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് പുതിയ നീക്കമെന്നാണ്. പ്രത്യേകിച്ച് പഞ്ചാബിന്റെ തലസ്ഥാനം ചണ്ഡീഗഡാക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ആരംഭിക്കുന്നതിനിടയിൽ ഇത്തരമൊരു പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ ഇറങ്ങുന്നതിനെ BJP പഞ്ചാബ് നേതൃത്വം വലിയ വിമർശനം ഉയർത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു നീക്കം അല്ലെങ്കിൽ ഈ ഒരു ബില്ല് അവതരിപ്പിക്കൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം ബില്ല് അവതരിപ്പിക്കണം എന്നുള്ള കാര്യമാണ് പഞ്ചാബ് BJP അധ്യക്ഷൻ സുനിൽ ജാഖർ പറഞ്ഞിരിക്കുന്നത്. BJP വിവാദ ബില്ലിൽ അദ്ദേഹം എതിർപ്പ് ഉന്നയിച്ചിരിക്കുകയാണ്. ആവശ്യം അറിയിക്കാൻ അമിത്ഷായെ നേരിൽ കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം തന്നെ വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ശൈത്യകാല സെഷനിൽ ഈ ബില്ല് അവതരിപ്പിക്കില്ല. നിലവിൽ പരിഗണനയുണ്ട്, പക്ഷേ അത് ചർച്ചകളുടെ ശേഷം മാത്രമേ പാർലമെന്റിൽ അവതരിപ്പിക്കൂ എന്നുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ശരി, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.